യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആ കുട്ടിയുടെ അച്ഛന്റെ പരാതിയുണ്ട്. അന്വേഷിക്കുമ്പോ ആ കുട്ടി അന്ന് ധരിച്ചിരുന്ന ഡ്രസ് രക്തം പുരണ്ട നിലയിൽ താങ്കളുടെ ഭാര്യയുടെ അലമാരയിൽ നിന്ന് കിട്ടുന്നു. കസ്റ്റഡിയിലെടുക്കാതെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡ്രസ് പ്രിയയുടേതാണെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഇവര് പറഞ്ഞതോ? തൽക്കാലം ഞങ്ങൾക്ക് ഇവർ തന്ന മൊഴി മതി. പിന്നെ ഇത് പ്രിയയുടേതല്ലെന്ന് താങ്കൾക്ക് കോടതി തെളിയിക്കാം. അതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവരെ പിടിച്ച് വണ്ടി കയറ്റി. പൂജമോൾ അങ്ങനൊന്നും ചെയ്യില്ല സാർ. അതെ സാർ, മോളൊരു പാവാ. നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ? മാറിക്കോ. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. കൊണ്ടുപോളെ. പേടിക്കണ്ട. നോക്ക്, ഒപ്പമുണ്ട് ഞാനും. ഒരു മണിക്കൂർ കൂടുതൽ താൻ അവിടെ ഇരിക്കേണ്ടി വരില്ല. ധൈര്യമായിട്ടിരിക്കേ, ഞാനുണ്ട് കൂടെ. പേടിക്കണ്ട. അങ്ങനെ ഒരു ഡ്രസ്സ് ഞങ്ങളുടെ മുറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിലുള്ള ആളുകൾ അറിയാതെ ആവില്ല. ഇവര് രണ്ടുപേരും ഒഴികെ മറ്റാരും അത് ചെയ്യുകയില്ല. ഇനി അതും നീ ഞങ്ങളുടെ തല കെട്ടിവെക്കാൻ നോക്കടാ. നീയും അവളും കൂടെ ഒളിപ്പിച്ചു വെച്ചതാ പോലീസ് കണ്ടെടുത്തോണ്ട് പോയത്. അതിന് ഞങ്ങളുടെ മെക്കിട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. ആന്റി എന്തായി പറയുന്നത്? എടാ, നീയും പൂജയും കൂടി എന്റെ അനുമോളെ കൊന്നു കളഞ്ഞോന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അത് ശരിക്കും ചെയ്തതാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എങ്ങനെ തോന്നിയോ നിനക്ക് ഇത്രയും ക്രൂരത കാണിക്കാൻ? അനുമോള് നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? നീട്ടി പിടിച്ചുള്ള നിലവിളി. എന്റെ മോനെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യ്. സംസാരിച്ച് നിൽക്കാതെ നീ സ്റ്റേഷനിലേക്ക് ഒന്ന് ചെല്ലുപോ. ഈ കള്ളസത്യം അധിക നേരം നിൽക്കൊന്ന് കരുതണ്ട. പെട്ടെന്ന് തന്നെ തെളിയും. അപ്പൊ കാണാം മാധുരി ആരാണെന്ന്. മധു, മധു, എന്നാലും എന്റെ അനുമോൾക്ക് ഇങ്ങനെ വന്നല്ലോ. ഇല്ലമ്മേ, അതാ ഫയലിൽ വെച്ചു. ശരി സാർ. ആ വക്കീലോ, എന്താ കാര്യം? കാര്യങ്ങള് ഒഫീഷ്യൽ ആയിക്കോട്ടെ. എന്നാ ആയിക്കോട്ടെ. എന്താ ഇത്? പൂജയുടെ ജാമ്യാപേക്ഷ. ജാമ്യോ? അതിന് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നതെന്ന് വക്കീലിനോട് ആരാ പറഞ്ഞ? എന്റെ വക്കീലേ, എത്രയും വേഗം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണമെന്നാ ഓർഡർ. കമ്മീഷണർ വരെ നേരിട്ട് ഇടപെട്ട കേസാ. അലമാര എന്നൊരു ഡ്രസ് കിട്ടിയതാണോ ജാമ്യമില്ലാത്ത കുറ്റം? അയ്യോ അല്ല വക്കീലേ, സെക്ഷൻ 363 പ്രിയയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. കിഡ്നാപ്പോ? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ? അത് പ്രോസിക്യൂഷൻ കോടതി തെളിയിച്ചോളും. പക്ഷേ വകുപ്പ് അതാണ്. പിന്നെ സെക്ഷൻ 307 അറ്റംപ്റ്റ് ടു മർഡർ.
രണ്ടും ജാമ്യമില്ലാത്ത വകുപ്പാണെന്ന് സാറിന് അറിയാലോ. എന്നാ പിന്നെ 302 കൂടെ അങ്ങോട്ട് എഴുതി ചേർക്കാൻ മേലായിരുന്നോ? ആ ബോഡി ഒന്ന് കിട്ടിക്കോട്ടെ സാറേ, പിന്നെ അതുകൂടെ എഴുതി ചേർക്കാം. എന്താ സാറ് തിരിച്ചു പോകാൻ നോക്ക്. FIR കേസല്ലേ, വകുപ്പൊക്കെ മനസ്സിരുത്തി പഠിച്ച് കോടതിയിൽ ജാമ്യത്തിനുള്ള അപേക്ഷ നൽകു. 1-2 ദിവസം ജയിലിൽ കഴിഞ്ഞെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല സാറേ. ഒരു എക്സ്പീരിയൻസ് അല്ലേ. പുറം രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ ജയിൽ ടൂറിസം വരെ ഉണ്ടെന്നാ കേൾക്കുന്നത്. കാശ് അങ്ങോട്ട് കൊടുത്ത് ജയിലിൽ പോയി കിടക്കും. ഇവിടെ ഇപ്പൊ അത് വേണ്ടല്ലോ. സാറ് പോവാൻ നോക്കും. എനിക്ക് പൂജയൊന്ന് കാണണം. അയ്യോ സമയമില്ല സാറേ, ഞങ്ങൾ ആ കൊച്ചിനെ കൊണ്ട് കോടതിയിൽ പോവാ. പ്ലീസ്, എനിക്കൊരു 5 മിനിറ്റ് മതി. സാറിന് കോടതിയിൽ വെച്ച് കാണാമല്ലോ, അല്ലെങ്കിൽ ജയിലിൽ പോയി കാണാം. പ്ലീസ്. മേനക്കേടായല്ലോ. ദേ വക്കീലായതുകൊണ്ട് സമ്മതിക്കാം. പെട്ടെന്ന് കണ്ടിട്ട് പോയിക്കോണം. ജെയിംസേ, സാറിന് ഇപ്പൊ അറസ്റ്റ് ചെയ്ത പ്രതി ഒന്ന് കാണിച്ചു. ഓക്കെ സാർ, വരൂ. ചെല്ലു സാറേ. ആ പിന്നെ ഞങ്ങള് ലോക്കപ്പിലൊന്നോട്ട് അവമാനിച്ചിട്ടില്ല കേട്ടോ, പുറത്തിരുത്തിയിരിക്കുക. സംസാരിച്ചു. പൂജ, ചേട്ടാ, അവര് ജാമ്യം തന്നില്ല അല്ലേ? സ്റ്റേഷൻ ജാമ്യം പ്രതീക്ഷിക്കേണ്ടെന്ന് ആ വനിതാ പോലീസ് എന്നോട് പറഞ്ഞിരുന്നു. പൂജ, തനിക്കെതിരെ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതോർത്താ ചേട്ടൻ വിഷമിക്കണ്ട. ജയിലിലാണെങ്കിലും ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലല്ലോ, അമ്മയില്ലേ ഇവിടെ. അവിടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒരു സെല്ലിലാക്കാൻ മാത്രം ഒന്ന് പറയണം. അത് പറ്റുമോ ചേട്ടന്? പൂജ, താൻ അയ്യേ, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞേ. അമ്മയ്ക്ക് കൂട്ടായി കുറച്ചു ദിവസം അവിടെ കഴിയാൻ എനിക്കൊരു വിഷമവും തോന്നില്ല. ആ ചേട്ടൻ വെറുതെ ഓരോന്നോർത്ത് സങ്കടപ്പെടാതിരുന്നാ മതി. എന്താ ഇതാ ചേട്ടാ? ദേ, ഇവിടെ നിന്നിങ്ങനെ സങ്കടപ്പെട്ട ആളുകൾ കാണും. ആ ചേട്ടൻ വിഷമിക്കുന്നത് കണ്ട എനിക്കും സങ്കടം വരും. പിന്നെ അതൊരു മോശ സീനാവും. ആ ചേട്ടനെ ഒരുപാട് പേര് അറിയുന്നതല്ലേ. ദേ, ഇത്ര ചെറിയ കേസിൽ തളർന്നു പോയെന്ന് ഇവിടെ ഉള്ളവർക്ക് തോന്നരുത്. നമ്മളെ ഇവിടെ എത്തിച്ചവർക്ക് സന്തോഷിക്കാൻ അങ്ങനെ നമ്മളായിട്ട് അവസരം കൊടുക്കരുത്. ശരിയാ, നമ്മൾ വിഷമിക്കുന്നുണ്ട്, അവര് സന്തോഷിക്കാൻ പാടില്ല. നാളെ തന്നെ ഞാൻ കോടതിയിൽ ബെയിലിന് അപേക്ഷിച്ചോളാം. എല്ലാം നോക്കിയും കണ്ടും പതുക്കെ മതി. ഞാനിവിടെ സന്തോഷത്തോടെ ഇരുന്നോളാം. ആ ചേട്ടൻ പൊയ്ക്കോ, എന്നെ കൊണ്ടുപോകുമ്പോ ഇവിടെ നിൽക്കണ്ട. അത് കാണുമ്പോ എനിക്ക് ചിലപ്പോ സങ്കടം വരും. പൊയ്ക്കോ. തുറക്ക്. ഈ സെല്ല് തന്നെ വേണമെന്ന് വാശി പിടിച്ചിരിക്കുക.
മോനെ അർജുൻ, പ്രിയ ഇങ്ങനെയായത് ഞാൻ കാരണമാണോ? ഞാൻ വളർത്തിയ കുഞ്ഞുങ്ങളിൽ അവൾ മാത്രം എങ്ങനെ ഇങ്ങനെയായത്? ഈശ്വരൻ എന്നെ പരീക്ഷിക്കുന്നതാണോ? എന്താ അച്ഛാ? അച്ഛാ അങ്ങനൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. പ്രിയയുടെ ഉള്ളിൽ ജന്മനാ ഉള്ളതാണ് ഈ തിന്മ. അച്ഛൻ നൽകിയ നല്ല ഉപദേശങ്ങളും പാഠങ്ങളും ഒക്കെ അവളെ സംബന്ധിച്ചിടത്തോളം കമഴ്ത്തി വെച്ച് കൂടത്തിന്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്ന പോലെ ഉള്ളത് മാത്രം. അതെ, അവളെ കുറിച്ചുള്ള രഹസ്യങ്ങൾ നമ്മൾ ഒളിച്ചു വെച്ചതാണ് അർജുൻ തെറ്റായി പോയത്. സ്നേഹസദനത്തിൽ അന്തേവാസികളുടെയും പൂജയുടെയും അർജുന്റെയും ജീവനെ കരുതിയാണ് പൂജയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഞാൻ ഒളിച്ചു വെച്ചത്. അത് അബദ്ധമായി പോയി. അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ സ്വന്തം അച്ഛൻ മകളെ ജയിലിൽ അടയ്ക്കാൻ ഇറങ്ങി തിരിച്ചതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. നമുക്ക് പറ്റിയ തെറ്റ് നമുക്ക് തന്നെ തിരുത്തണം. അതിന് മോൻ എന്റെ കൂടെ നിൽക്കണം. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? നന്ദനോട് നമുക്ക് സത്യം തുറന്നു പറയാം. പൂജയാണ് മകളെന്ന് നമുക്ക് അയാളെ ബോധ്യപ്പെടുത്താം. അത് നന്ദനങ്ങൾ ഇനി വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പൂജയോടുള്ള വാത്സല്യവും സ്നേഹവും കാരണം നമ്മൾ കള്ളക്കഥ ഉണ്ടാക്കുകയാണെന്ന് അവർ പറഞ്ഞാൽ അവരുടെ പക്ഷത്ത് ഇപ്പൊ ആൾബലം കൂടുതലാണ് അച്ഛൻ. നന്ദനങ്ങളിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതിന് പിന്നില് മറ്റൊരാൾ കൂടി പങ്കുണ്ട്. ശങ്കർറാമന്. ശങ്കർറാമും സേനാപതിയും തമ്മില് അടുത്ത ബന്ധമുണ്ട്. പ്രിയ പെരുമാറുന്നത് അവരുടെ ചരടുവലിക്ക് അനുസരിച്ചാണ്. ഈ സമയത്ത് പൂജയാണ് മകളെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മറ്റേതെങ്കിലും രീതിയിൽ പ്രതികരിക്കും. നന്ദനങ്ങളിനെയും അരുണിമാന്റെയും പൂജയെയും ഒരിക്കൽ ഒരുമിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിച്ചതിന് പിന്നിലും ഒരുപക്ഷെ ഇവർക്ക് പങ്കുണ്ടെങ്കിലും. അർജുൻ, മോനെന്തായി പറയുന്നേ? എന്റെ സംശയമാണ് അച്ഛാ. അരുണിമാന്റി പറഞ്ഞതും പിന്നെ അച്ഛൻ പറഞ്ഞതും പഴയ കാര്യം എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോ എനിക്ക് തോന്നിയ സംശയം. എന്നാ നമുക്ക് അരുണിമയോട് ആ സത്യം പറഞ്ഞാലോ? മോൻ എന്താ ആലോചിക്കുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അരുണിമയോട് നമുക്ക് സത്യമെല്ലാം വെളിപ്പെടുത്തിയാലോ? അരുണിമാന്റി വെളിയിലിറക്കാൻ നമ്മൾ പറയുന്ന ഒരു പ്രധാന കാര്യം അവരൊരു പേഷ്യന്റ് ആണെന്നുള്ളതാ. മാത്രമല്ല സ്വന്തം അമ്മ തന്നെയാണ് അരുണിമാന്റി എന്നറിഞ്ഞാൽ പൂജ സാക്ഷിയുടെ കൊലപാതക കുറ്റം കൂടി ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താ ഒരു സൊല്യൂഷൻ? പൂജയെ അരുണിമയും നമ്മൾ എത്ര കാലം ജയിലിൽ കിടത്തും? അവര് പുറത്തിറങ്ങാൻ അധികം വൈകത്തൊന്നുമില്ല അച്ഛാ. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണമെന്ന് പറയാറില്ലേ? ഞാൻ അതാ ചെയ്യാൻ ശ്രമിക്കുന്നത്. അച്ഛനോട് ഞാൻ പിന്നീട് കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. ഒരു കാര്യം ഉറപ്പ്, പൂജയും അരുണിമാന്റെയും പുറത്തിറക്കുന്നതോടെ കുറെ കാര്യങ്ങൾ കൂടി നമ്മൾ പുറത്തു കൊണ്ടുവരും. ഇപ്പൊ ഇത്തിരി ക്ഷമിക്കുന്നത് ഭാവിയിൽ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാനാണെങ്കിൽ അതല്ലേ നല്ലത് അച്ഛാ? മോൻ അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷേ പൂജ ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. എന്റെ ഭാര്യ കൂടിയല്ല അച്ഛാ പൂജ. ഞാൻ അവളെ പുറത്തിറക്കിയിരിക്കും. എന്നാ പിന്നെ ഞാൻ അവളെ ഒന്ന് പോയി കണ്ടോട്ടെ. ഇപ്പൊ വേണ്ടെന്ന് ഞാൻ പറയൂ. അച്ഛന്റെ മനസ്സാകെ കലങ്ങിയിരിക്കുക. ഈ സമയത്ത് നേരിട്ട് കണ്ട ചിലപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അതെ, അത് ശരിയാണ്. എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. ഞാനൊന്ന് കിടക്കട്ടെ മോനെ. എന്താ വക്കീലെ, കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ?
ചിരിച്ചൂടെ? അത് ശരിയാ അർജുൻ. ചിരിക്കാനുള്ളതൊക്കെ ഇപ്പോഴേ ചിരിക്കുന്നത് നല്ലതാ. ഇനി ചിലപ്പോ അതിന് പറ്റിയെന്ന് വരില്ല. എന്റെ മോളോട് ചെയ്തതിന്റെ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടേ ഈ കോടതിയിൽ നിന്ന് നിന്റെ ഭാര്യയെ ഞാൻ പറഞ്ഞയക്കൂ. കൊണ്ടുവാ. ചെല്ല്. കേസ് നമ്പർ CR 296 2023 പൂജ. യുവർ ഓണർ, യെസ് പ്രൊസീഡ്. ഒരു ബെയിൽ ഹർജിയാണ്. ഇത് വാദം കേൾക്കാതെ അനുവദിക്കാൻ പറ്റില്ലല്ലോ വക്കീലേ. ചാർത്തിയിരിക്കുന്ന വകുപ്പുകളെല്ലാം ഗുരുതരമാണല്ലോ. യുവർ ഓണർ, ചാർത്തിയിരിക്കുന്ന വകുപ്പുകൾ 363-ഉം 307-ഉമാണ്. അത് രണ്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം കൂട്ടിച്ചേർത്ത് തയ്യാറാക്കിയ FIR ആണ്. കിഡ്നാപ്പും അറ്റംപ്റ്റ് മർഡറും ആരോപിക്കാനുള്ള ഒരു എവിഡൻസും ഈ കേസിൽ പോലീസ് സമർപ്പിച്ചിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പൂജ അന്നേ ദിവസം നടന്ന മറ്റൊരു കേസിൽ സാക്ഷിയായി വിസ്തരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ കേസിൽ പ്രതിയാക്കാൻ സാധിക്കാത്തതിലുള്ള പ്രതികാരം തീർക്കലാണ് ഇപ്പോ എന്റെ കക്ഷിക്കെതിരെ നടന്നിട്ടുള്ളത്. ഒരു സംശയം ആരോപിച്ചുകൊണ്ടാണ് എന്റെ കക്ഷിയെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ളത്. ഇപ്പൊ തന്നെ 2 ദിവസമായി എന്റെ കക്ഷി ജയിലിനുള്ളിലാണ്. യാതൊരു സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സും തെളിവായി ഹാജരാക്കാനില്ലാതെ എന്റെ കക്ഷിയെ ജയിലിൽ പാർപ്പിക്കാന്നുള്ളത് മിനിമം മനുഷ്യാവകാശ ലംഘനമാണ്. സ്റ്റേഷൻ ജാമ്യത്തിൽ മാത്രം ഇടാവുന്ന ഒരു കേസ് ഇത്രയും വഷളാക്കിയതിൽ പോലീസിന് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ആയതിനാൽ എന്റെ കക്ഷിക്ക് നിരുപാധിക ജാമ്യം അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രോസിക്യൂഷൻ എന്താ പറയാനുള്ളത്? യുവർ ഓണർ, എന്റെ എതിർഭാഗം വാദിക്കുന്ന അഡ്വക്കേറ്റ് അർജുൻ ഈ കേസ് കുറച്ചുകൂടി പഠിച്ച് തയ്യാറെടുപ്പോടെ ഹാൻഡിൽ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ കക്ഷി സ്വന്തം ഭാര്യയായതുകൊണ്ടുള്ള വൈകാരിക പ്രശ്നങ്ങളാൽ അദ്ദേഹം അത് ചെയ്തിട്ടില്ല. മിസ്റ്റർ അടിക, വ്യക്തി പരാമർശങ്ങൾ ഒഴിവാക്കി കേസ് പറഞ്ഞാൽ മതി. യെസ് യുവർ ഓണർ, ഐ എം കമ്മിങ് ടു ദ പോയിന്റ്. കുപ്രസിദ്ധമായ സാക്ഷി കൊലക്കേസിന്റെ വിചാരണ ഇതേ കോടതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ എതിർഭാഗം വക്കീലിന്റെ വീട്ടിൽ വെച്ച് സാക്ഷി കൊല്ലപ്പെട്ട അതേ ദിവസം ആ വീട്ടിൽ നിന്ന് കാണാതായ തന്റെ മകളെപ്പറ്റി അഡ്വക്കേറ്റ് നന്ദഗോപൻ സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിലാണ് പോലീസ് ഈ കേസ് അന്വേഷിച്ചത്. ആ കേസിലാണ് പോലീസ് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കണ്ടെത്തിയത്. പ്രിയയുടെ രക്തം പുരണ്ട വസ്ത്രമാണത്. ഈ വേളയിൽ ആ വസ്ത്രം കണ്ട് തിരിച്ചറിഞ്ഞ പ്രിയയുടെ മുത്തശ്ശി ശ്രീമതി മഹേശ്വരി അമ്മയെ വിസ്തരിക്കണമെന്ന് അപേക്ഷിക്കും. യെസ്. മഹേശ്വരി അമ്മ, പേടിക്കണ്ട, ഇനി ആരും ഒന്നും ചെയ്യില്ല. നിങ്ങളെ ആക്രമിക്കാൻ വന്നവർ എവിടുന്നാ വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരാ അവര് പറഞ്ഞു അയച്ചതെന്നു. ആരാ ചേട്ടാ? താനിപ്പോ ഒന്നും അറിയാതിരിക്കുന്നത് നല്ലത്. വെറുതെ ആന്റിയെ കൂടി വിഷമിപ്പിക്കണ്ട. ആ, ആന്റി നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അർജുൻ, ആ, ആന്റി പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. പേടിക്കണ്ട, ഇനി ഒന്നും സംഭവിക്കില്ല. എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഭയം എനിക്കില്ല മോനെ. മനസ്സിലായി? ആന്റിക്കെന്നല്ല, പൂജയ്ക്ക് ഇനി ഒന്നും സംഭവിക്കില്ല. ഇങ്ങോട്ട് പോരുമ്പോ പൂജ പറഞ്ഞെന്താണെന്ന് അറിയൂ ആന്റിക്ക്. അമ്മയുടെ അടുത്ത്
കുറച്ച് ദിവസം ഇരിക്കാലോ എന്നാ. ആന്റി അവള് കാണുന്നത് അമ്മയായിട്ട് തന്നെയാ. ആന്റിക്ക് നൊന്താൽ ഇവൾക്ക് എത്രമാത്രം വേദനിക്കുന്നുള്ള കാര്യം എനിക്കറിയാം. ദേ, ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുമ്പോൾ എനിക്കറിയാം എന്തുമാത്രം ബന്ധമാ നിങ്ങൾക്കിടയിലെന്ന്. രക്തത്തിൽ പിറന്നോ ഇല്ലയോ എന്നുള്ള വിഷയം പിന്നേ വരുന്നുള്ളൂ ആന്റി. ആദ്യം വേണ്ടത് ഈ അടുപ്പമാ. അതില്ലാതാക്കാൻ ഇനി ഒന്നിനും ഞാൻ അനുവദിക്കില്ല. പോരെ? മോൻ പറഞ്ഞത് ശരിയാ. രക്തത്തിൽ പിറന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യ. അമ്മ എന്ന രീതിയില് ഞാൻ എന്റെ കർമ്മങ്ങൾ ചെയ്യാൻ എനിക്കൊരവസരം കിട്ടിയിട്ടില്ല. പുരാണം അനുസരിച്ച് പറയും, ഒരാൾ അയാളുടെ കർമ്മങ്ങൾ ശരിയാം വിധം ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് മരിച്ചു പോവുകയോ ചെയ്ത എന്ന നരകത്തിലെത്തുമെന്ന്. ആ നരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണനം ചെയ്യാനുള്ള കർമ്മം ചെയ്യുന്നവനാണത്രേ പുത്രൻ. ആ നരകത്തിലെത്തുന്ന അമ്മമാരെ ത്രാണനം ചെയ്യാൻ ആരാണുള്ളതെന്ന് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അല്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് സ്വർഗവും നരകമൊന്നും ഇല്ലല്ലോ, ഭൂമി തന്നെ നരകം. ജനിച്ചു ജീവിക്കുന്നിടം മുഴുവൻ പലതരത്തിലുള്ള നരകങ്ങൾ. പക്ഷേ പൂജമോളെ കണ്ടതിന് ശേഷം അതങ്ങനെയല്ലെന്ന് എനിക്ക് മനസ്സിലായി അർജുൻ. മരണത്തിന് ശേഷമല്ല അമ്മമാര് സ്വർഗത്തിലെത്തുന്നത്, അത് നല്ല പെൺകുട്ടികൾ ജനിക്കുമ്പോഴാ. ഇവളോട് ഞാനിപ്പോഴും മകളെ പോലെയെന്നല്ല പറഞ്ഞിട്ടുള്ളത്, മകളെന്ന് തന്നെയാ. ഇനി ആരൊക്കെ മകളെന്ന് പറഞ്ഞു വന്നാലും ഇതിലൊരു മാറ്റമില്ല. ഇവളുടെ ജീവൻ ഒന്നും സംഭവിക്കില്ല. അത് എനിക്ക് അർജുൻ മോൻ ഉറപ്പ് തന്നാ മതി. ഉറപ്പ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇവൾക്കെന്നല്ല ആന്റിക്കും ഒന്നും സംഭവിക്കില്ല. സമയം കഴിഞ്ഞു കേട്ടോ, വരൂ. ചെല്ല്. സാറിനാരെ കാണാണ്ടെന്ന് പറഞ്ഞിട്ട് കാണാനുള്ള ആള് ഇവിടെ വരുമോ? ഇവിടെ വരും. അല്ലെങ്കിൽ അവൻ ഉള്ളിടത്ത് നമ്മൾ പോകും. അവനോ? ഹലോ, അതെ അർജുൻ. ആ പറ 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 ഇറങ്ങിയോ? ആ ശരി. അല്ല, ഹൈവേയിലേക്കുള്ള റോഡിലൂടെ തന്നെയല്ലേ വരുന്നത്? ആ ഓക്കെ ഓക്കെ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി ശരി ശരി. ആ താ വണ്ടി കയറ്.
നടുറോഡിൽ പട്ടാപ്പകലിങ്ങനെ വട്ടം വെച്ച് പിടിച്ചു നിർത്തിയപ്പോ മുട്ടു പറിച്ചു പോയോ? ഓ, വെളിക്ക് പോകുമ്പോഴും ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം മസിൽ ഉരുട്ടി കൂടെ നിന്നല്ലെങ്കിൽ നിന്റെ ഒന്നും വയറൊഴിയില്ലല്ലോ അല്ലേ? നിന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ടേ ഒന്ന് പൊട്ടിച്ചാലോ എന്ന് ആദ്യം കരുതിയത്. പിന്നെ തോന്നി ഇതുപോലെ പട്ടാപ്പകലും നടുറോഡിലിട്ട് തല്ലിയാലേ നീയൊക്കെ പഠിക്കുള്ളൂന്ന. എന്തിനാണ് പറയാൻ നിൽക്കുന്നത്? വരാൻ പറ. നീയൊന്നും നേരിട്ടല്ലല്ലോ, ചാവേറുകളെ വിട്ടാണല്ലോ ശീലം. നീ ഇന്നലെ ജയിലിനുള്ളിലേക്ക് രണ്ടുപേരെ അയച്ചു എന്ന് കേട്ടു. ആളുകളെ വിട്ട് തല്ലിക്കാനും കൊല്ലിക്കാനും അല്ല നിനക്കറിയൂ. എന്നാ അത് നേരിട്ട് ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാ ഞാനിപ്പോ വന്നത്. വാടാ, നേരിട്ടാവാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ വാടാ. അർജുൻ, നിനക്ക് ചോര തിളപ്പിച്ചിരി കൂടുതലാണെന്നുള്ളത് എനിക്കറിയാം. ഈ പ്രായത്തില് എനിക്കും എന്നെ പോലെയുള്ള ചെറുപ്പക്കാരോട് നേരിട്ട് അടിപിടി കൂടാനുള്ള ആവതൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാടാ ഇതുപോലെയുള്ള ചിലതിന് ചെലവും കൊടുത്ത് കൊണ്ട് നടക്കുന്നത്. ഇവരെ തല്ലാൻ പറഞ്ഞാ തല്ലും, കൊല്ലാൻ പറഞ്ഞാ കൊല്ലും. നിന്റെ ആന്റിയെയോ ഭാര്യയെയോ നിന്റെ തന്തയെയോ തള്ളയെയോ എന്തിനടാ, ഇനി നിന്നെ തന്നെ വേണമെങ്കിലും അങ്ങനെ ചെയ്യും. ഇപ്പോ ഈ നിമിഷം പട്ടാപ്പകൽ അംഗരക്ഷകരെ കൊന്ന് സേനാപതി സ്വയം വെടിവെച്ച് മരിച്ചു. സ്വന്തം തോക്കുകൊണ്ട് നീ തെരുവിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. കാണണോടാ നിനക്ക്? അർജുൻ പ്ലീസ്. നിന്റെ മകളും മരിച്ചു പോയതിന്റെ പകയാണ് നിനക്കുള്ളതെങ്കിൽ അവളുടെ മരണത്തിൽ പൂജയ്ക്ക് ഒരു പങ്കുമില്ല. ആ മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അരുണിമാന്റെ ജയിലിൽ പോയത് പൂജയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാ. എങ്കിൽ പിന്നെ ആരാടാ എന്റെ മകളുടെ മരണത്തിന് ഉത്തരവാദി? പ്രിയയോ? എങ്കിൽ പുറത്തിറക്കി താടാ അവളെ. നീ എന്തിനാണ് അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്?